ഇന്ന് നമുക്ക് റെഡ് അലേർട്ട് കാരണം ഒരു ലീവ് കിട്ടി. അപ്പോൾ നമ്മുടെ സാർ പ്ലാൻ ചെയ്ത് നമ്മളൊരു സ്റ്റാഫ് ട്രിപ്പ് അറേഞ്ച് ചെയ്ത് ഒരു ട്രെയിനിങ് ട്രിപ്പായി നമ്മൾ ഇറാൻ നേച്ചർ പെരിന്തൽമണ്ണയിലേക്ക് ഇട്ടു. ഇവിടെ ഒരു അടിപൊളി റിസോർട്ട് ടൈപ്പ് ഹൗസ്, നല്ല ഗ്രീനറി, നല്ല പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് ഒരു നല്ലൊരു ആശ്വാസം, ഒരു പീസ് അറ്റ്മോസ്ഫിയർ. ഈ ജാക്ക് ഫ്രൂട്ട് ട്രീ കണ്ടോ, ഈ പ്ലാവ്, ചെറിയ കുട്ടി ചക്കകളുണ്ട് ഈ പ്ലാവിന്. പിന്നെ പല ടൈപ്സ് പ്ലാന്റ്സ്. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ നല്ല ഏരിയ, നല്ല ബ്യൂട്ടിഫുൾ വിത്ത് ലോട്ട് ഓഫ് പിക്ചേഴ്സ്, കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ സൂറാമിസ്. നല്ലൊരു മിറർ കണ്ടോ, ഞാൻ കുറേ സെൽഫിയൊക്കെ എടുത്തു. ഇതെല്ലാം നമ്മളെ ടീച്ചേഴ്സും സാറന്മാരും നമ്മളെ സ്റ്റാഫുകളാണ്. സാർ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മളെ വർക്ക് സ്ട്രെസ് ഒഴിവാക്കാനും എങ്ങനെ നമുക്ക് കുട്ടികളുമായി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും അവർക്ക് എന്തൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും എല്ലാ കാര്യങ്ങളും കുറേ ഐഡിയാസ് സാറ് നമുക്ക് പകർന്നു നൽകി. This means you are communicating with the drawing, and the other person is communicating. Observe. Shemima miss. I am making a board. സാർ നമുക്ക് തിങ്ക് ചെയ്യാനും ഒക്കെ ഒരു ആക്ടിവിറ്റി തന്നതാണിത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഷമീമ മിസ് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനും ഷമീമ മിസ് ഒരു പെയറായിരുന്നു. കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഒബ്സർവേഷൻ സ്കില്ല് പരമാവധി ഡെവലപ്പ് ചെയ്യാൻ ചില ആക്ടിവിറ്റികൾ, ഇപ്പോൾ ആക്ടിവിറ്റി പീരീഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ പോകുന്നുണ്ട്, ആ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ കുറെ ആൾക്കാരുടെ ഡ്രോയിങ് സ്കില്ല് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഉച്ച സമയമായി. ബിരിയാണിയാണ് നമ്മുടെ ഫുഡ്. നല്ല അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഫുഡൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. നല്ല കുറേ ബ്യൂട്ടിഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ഈ റിസോർട്ടിലുണ്ട്. പിന്നെ ഇതൊരു അടിപൊളി സ്റ്റെയർ കേസ്. നമ്മൾ ചെന്ന് എത്തുന്നത് ഒരു തട്ടിൻപുറം. പണ്ടത്തെ വീടിനൊക്കെ തറവാട്ട് വീടുകളിൽ, എൻ്റെ വീട്ടിലൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. നല്ല ഒരു പ്ലേസ്. നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ച് റെസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ മിറർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ മിററും ഈ വേസസും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് വീഡിയോസ് അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഈ റിസോർട്ടിൽ, ഈ ഇറാൻ നേച്ചർ പാർക്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെന്നെത്തിയത് ഒരു ഫിഷ് സ്പാ, പിന്നെ ചെറിയ ഫിഷ് പോണ്ട്, അതൊക്കെയാണ്. അവിടെയാണ് എങ്കിലേ കുറേ ഫിഷുകൾ, പലതരം ഫിഷുകൾ ഉണ്ട് ഈ പോണ്ടിൽ.
അതൊരു വലിയൊരു ഫിഷ് ഉണ്ട് അതിനകത്ത് പോയോ. ചെറിയൊരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്താൽ നമ്മൾ ഒരു ഫിഷ് സ്പാ, നല്ലൊരു ഫുഡ് മസാജ് ഈ ഫിഷ് സ്പായിൽ കിട്ടുന്നതാണ്. ഒരുപാട് പേര് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൽ കുറേ പേര് എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ഒരുപാട് ഫ്ലവേഴ്സ്. നമ്മളെല്ലാവരും കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഏതായാലും നല്ല ഒരു അടിപൊളി ദിവസം നമ്മൾ കുറേ എൻജോയ് ചെയ്തു. ഇന്നൊരു ലീവിലെ ദിവസമായപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മടി ഉണ്ടായിരുന്നു. അത് ഈ ട്രിപ്പിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തതിലേറെ നമുക്ക് കാണാൻ പറ്റിയപ്പോൾ നല്ലൊരു സന്തോഷം. ഇതിൽ നടന്ന് നമ്മൾ എത്തിയത് ഒരു ബേർഡ്സ് കേജിലേക്കാണ് നമ്മൾ പോണത്. ആ പോകുന്ന വഴിയിൽ നമ്മൾ ഉപ്പിലിട്ട സംഭവങ്ങളും കുറേ സ്വീറ്റ്സൊക്കെ കണ്ടു. ഇത് പ്രിൻസസ് വൈൻ ഹാങ്ങിങ് പ്ലാന്റ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രിൻസസ് വൈൻ കാണുന്നത്. പിന്നെ നമ്മളെത്തിയത് ഒരു ബേർഡ്സ് ഏരിയയിലേക്കാണ്. ഫുൾ ഹ്യൂജ് കേജസ് ഓഫ് ബേർഡ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിച്ച് കിടക്കുക, അല്ലെങ്കിൽ ബേർഡ്സൊക്കെ പുറത്തു പാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ആ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. പല ടൈപ്സ് ബേർഡ്സ്, പീജിയൻസ്, പാരറ്റ്സ്. ഷബു
അബ്ദുറഹ്മാൻ സാറേ, അബ്ദുറഹ്മാൻ സാർ ഇതാ. ആ കണ്ട് 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 ഇഞ്ഞിട്ടാല് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരുപാട് പെസൻറ്റിനെ കണ്ടു. വൈറ്റ് പെസൻറ്റ്, കളർഫുൾ വൺ ഒക്കെ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ. പിന്നെ ഇതൊരു പ്രത്യേക മങ്കി. ഈ മങ്കി നല്ല ക്യൂട്ടാണ് കാണാൻ. ആ രണ്ട് മങ്കികൾ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ. ആഹാ ഫോണ ഹാങ്ങാവാല്ലേ. സുഖമില്ല. പോട്ട് മേക്കിംഗ്, ക്ലേ പോട്ട് മേക്കിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടാക്കിയ ഡെമോസാണത്. പിന്നെ നമ്മൾ ഫുഡ് മസാജൊക്കെ ചെയ്തു. ഫിഷിനെ കൊണ്ട് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ്. ഇനി നമ്മുടെ ബോട്ടിംഗ് ഏരിയ ആണ്. ഒട്ടുമിക്ക പേരും ബോട്ടിങ് ചെയ്തു. ഞാൻ ചെയ്തില്ല. ഞാൻ കുറേ പ്രാവശ്യം ദിസ് ടൈപ്പ് ഓഫ് ബോട്ടിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാവരും ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ച് നിന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. നമ്മളെ സുഹൈല മിസ്സും ജ്യോതി മിസ്സും എൻജോയിങ്. സുൽഫി സാർ, ഒരു ചാറ്റ് തരൂ പർവീൻ. നസീബ പർവീൻ, ഒരു ബായ് തരൂ. ആ ഇങ്ങനെ പോയ എല്ലാവരും കൊളൈഡാവാൻ സാധ്യത ഉണ്ട് തോന്നുന്നുണ്ട്. ഷിജില മിസ്സും ജംന മിസ്സൊക്കെ നല്ല ത്രില്ലിലാണ്. പിന്നെ നമ്മൾ പോയത് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഏരിയ. അത്യാവശ്യം കുറേ റൈഡുകളുണ്ട്. പിന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പാർക്ക്, നൈസ് പാർക്ക്. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു ഓഫ് റോഡ് സംഭവം കണ്ടു. ഒരാൾ റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ഓഫ് റോഡിങ്. അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ അത് കണ്ടിരുന്ന്. അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ ഒരു ഗെയിം ഏരിയ ഉണ്ടായിരുന്നു. ആ ഗെയിം ഏരിയയും പിന്നീട് വിസിറ്റ് ചെയ്തു. അയ്യോ, ആ ജീപ്പ് മറിഞ്ഞുപോയി. ദിസ് ഈസ് ദ ഗെയിം ഏരിയ. പിന്നെ നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീംസ് കണ്ടു. നമ്മൾ സ്പാനിഷ് ഡിലൈറ്റും എല്ലാം വാങ്ങിച്ച് നമ്മൾ ഐസ്ക്രീം എൻജോയ് ചെയ്തു. പിന്നെ നമ്മളെ ഈവനിങ് സ്നാക്ക് ടൈം ആയിരുന്നു.
പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉള്ളിവടയാണ് കഴിച്ചത്. പിന്നെ നമുക്കൊരു നൊസ്റ്റു പുളിയച്ചാറ് സെൽഫി സാറ് തന്നു. പിന്നെ ഒരു ചക്രം മിഠായി. എല്ലാവരും ചക്രം കുത്തി കളിച്ചുകൊണ്ടിരുന്നു. ഒരു ത്രെഡിലായിരുന്നു ആ ചക്രം. അപ്പോൾ ആ ത്രെഡ് ഇങ്ങനെ കുത്തി എല്ലാവരും ഇതിലായിരുന്നു. പിന്നീട് ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈമായിരുന്നു. എല്ലാവരും പാട്ടിലേക്ക് നീങ്ങി. കുറേ പാട്ടുകാരുണ്ട് നമ്മളെ സ്കൂളിൽ. ശിവദാസൻ സാർ, അഷ്ഫാഖ് സാർ, അങ്ങനെ എല്ലാവരും പാടി നല്ല അന്താക്ഷരിയൊക്കെ കളിച്ച് നല്ലൊരു വൈബായിരുന്നു. We are going to wind up. കുറച്ച് ലേഡി ടീച്ചേഴ്സ് കുറച്ച് ടെൻഷനിലാണ്. സാറ് പറഞ്ഞ നല്ലൊരു ഐഡിയ, എന്തൊക്കെ അച്ഛനാണെങ്കിൽ എവിടെയെങ്കിലും കയറിയിട്ട് വൈപ്പൊക്കെ തുറന്നു വെച്ചൊരു കാര്യമുണ്ട്. അതേപോലെ ഇവിടെ സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറെ പേരുടെ മനസ്സിൽ കുറെ ടെൻഷനുകളൊക്കെ ഉണ്ട്. അത് ഒഴിച്ച് ലേറ്റ് ആകുന്നുണ്ട്. അല്ലാത്ത ഒന്നുമില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് കണ്ടത്. വളരെ നന്നായിരുന്നു. ഓക്കെ, പേര് പഠിച്ചിട്ടില്ല ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് വന്ന ടീച്ചേഴ്സിന് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അതേപോലെ ഫർമേഴ്സിനെ കുറിച്ച് എഴുതാന്. പക്ഷെ ഞാൻ പറയുന്നു എല്ലാ ഞാനവിടെ പോയാൽ അവിടെ നിങ്ങളെയും ആദ്യത്തേക്കാണ് എനിക്കൊരു പ്രശ്നം ഫീലില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ടൂറിനെ അപേക്ഷിച്ച് ഒന്നുമില്ല. ഞാൻ പറയാം, ഇപ്പൊ ഇന്ന് ചെയ്യണ കുറെ കാര്യങ്ങൾ, പക്ഷെ നമ്മളൊരു അരമണിക്കൂർ, ഇതിനിടയ്ക്ക് ഒരു അരമണിക്കൂർ, ആ സമയം ഞാൻ അനൗൺസ് ചെയ്യും. ആ സമയത്ത് നമ്മള് മഴ ഇല്ലാത്ത സമയത്ത് അനൗൺസ് ചെയ്ത് അരമണിക്കൂർ